നമസ്കാരം. ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കുന്നതിൽ തെറ്റുകൾ സംഭവിച്ചു. ഇനി കരുതലോടെ തന്നെ കാര്യങ്ങളെ സമീപിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. കുറേയധികം ജാതി സംഘടനകൾ വിവിധ കാരണങ്ങൾ കൊണ്ട് വർഗീയ ശക്തികൾക്ക് കുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകില്ലെന്ന തോന്നലും മുസ്ലിം രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കം UDF-നൊപ്പം മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചതും SNDP ഉൾപ്പെടെയുള്ള ജാതി സംഘടനകൾ സംഘപരിവാറിന് കീഴ്പ്പെട്ടതും പരാജയത്തിന് കാരണമായെന്നതാണ് CPM-ന്റെ യോഗത്തിന് ശേഷം അദ്ദേഹം വിലയിരുത്തുന്നത്. ദേശീയ തലത്തിൽ CPM സർക്കാർ ഒരു സ്ഥാനവുമില്ലെന്നും കോൺഗ്രസ് സഖ്യകക്ഷികൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന തോന്നൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായ തോന്നലുകൾ CPM-നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, SDPA തുടങ്ങിയവർ ഒറ്റ മുന്നണി പോലെയാണ് പ്രവർത്തിച്ചത്. അത് മതനിരപേക്ഷ കേരളത്തിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രശ്നം കൂടിയാണ്. മതനിരപേക്ഷ മനോഭാവമുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവർ പോലും അതിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നത് പോലുമില്ല എന്നുള്ള കാര്യവും ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കുന്നുണ്ട്. SNDP നേതൃത്വം പോലും സംഘപരിവാറിന് വേണ്ടി വോട്ട് മറിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു കൂട്ടം ഇത്തവണ BJPക്ക് അനുകൂലമായ നിലപാടാണ് അവർ വോട്ടിലൂടെ രേഖപ്പെടുത്തിയത്. അതിൽ ഭയം കാട്ടലുകൾ ഉൾപ്പെടെ പല പ്രേരണകളും ഉണ്ടായിരിക്കാം. തൃശ്ശൂരിൽ കോൺഗ്രസ് വോട്ട് ചോർന്നൊലിച്ചതിന് കാരണം ഇതും കൂടിയാണ്. ജനങ്ങളിലേക്ക് തന്നെ തങ്ങൾക്ക് മടങ്ങിച്ചെല്ലണമെന്ന് തന്നെയാണ് CPM-ന്റെ എപ്പോഴത്തെയും തീർച്ചപ്പെടുത്തൽ. ഇനി വളരെ കരുതലോടെ തന്നെ ജനങ്ങളെ സമീപിക്കുകയും ചെയ്യുമെന്നും ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ ഇനിയും പ്രവർത്തിക്കുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്ക് നൽകുന്ന ചില ആശ്വാസ നടപടികളുണ്ട്. പെൻഷൻ അടക്കമുള്ളവയിൽ ആനുകൂല്യം കൃത്യതയോടെ നൽകാനായിട്ടില്ല. ആ പ്രശ്നവും വോട്ടിൽ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനത്തിൽ കാര്യശേഷിയും ഇനി ഉണ്ടാക്കും. മുഖ്യമന്ത്രിയെ ചേരിതിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പദവിയെയും ജനങ്ങളുടെ മുന്നിലുള്ള ഇമേജ് തകർക്കാനുമുള്ള ആക്രമണങ്ങൾക്കുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. പിണറായിയെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇതെല്ലാം. അത്തരം മോശമായ കാര്യങ്ങളൊക്കെയും വലിയ തോതിലാണ് ജനങ്ങളെ സ്വാധീനിച്ചതും ആശയക്കുഴപ്പത്തിലാക്കിയതും. വലതുപക്ഷ മാധ്യമങ്ങൾ പലതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ആരോപണങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഏത് കാര്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നടക്കമുള്ളവ പരിശോധിക്കുകയും പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടിമുതൽ തലവരെ പരിശോധിക്കുമെന്നും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ബഹുജന കൂട്ടായ്മകൾ നടത്തുമെന്നും ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കുന്നുണ്ട്.